വഖഫ് ഭേദഗതി ബില്ല് ഉടൻ പാർലമെന്റിൽ അവതരിപ്പിക്കും. വഖഫ് ബോർഡിന്റെ അധികാരങ്ങളിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതാണ് പുതിയ വഖഫ് ബിൽ. ബില്ലിനെ എതിർക്കാൻ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ആർക്കെ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, അതുപോലെ പ്രതിപക്ഷ പാർട്ടികളിൽ വലിയ വിഭാഗമൊക്കെ എതിർപ്പ് അറിയിക്കുന്നുണ്ട്. ബിൽ അവതരണത്തിന് അനുമതി നൽകരുത് എന്നാവശ്യപ്പെട്ട സ്പീക്കർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ എതിർപ്പൊക്കെ അവഗണിച്ച് ഒരു വിവാദ ബില്ല് പാർലമെന്റിൽ വരാൻ പോകുന്നു. NDAയിലെ ഘടകകക്ഷികളുടെ പിന്തുണയുണ്ടോ ഈ ബില്ലിന്? വിജയൻ, നമുക്കിപ്പം ലഭ്യമാകുന്ന സൂചന അനുസരിച്ച് ഏതാണ്ട് 1 മണിക്ക് തന്നെ ഈ ബില്ല് അവതരണം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. ബില്ല് അവതരണവുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. അതനുസരിച്ച് ചില ഉഭയകക്ഷി ചർച്ചകൾ പ്രതിപക്ഷ പാർട്ടികളുമായിട്ടും സർക്കാർ നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബില്ല് ഇന്ന് സഭയിൽ അവതരിപ്പിച്ച് അതിനുശേഷം ഈ ബില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ വിശകലനം ചെയ്യുന്നതിന് വേണ്ടി സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ഇത് ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ട് തീരുമാനിക്കപ്പെടേണ്ടതാണ്. അന്തിമമായിട്ട് എന്ത് നടപടികളിലേക്ക് വേണം, അഥവാ ഈ ബില്ല് പാസ്സാക്കണമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഏതായാലും ഭരണ പ്രതിപക്ഷ പാർട്ടികളിൽ ചിലർ ഈ ബില്ലുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിൽ വിപുലമായിട്ടുള്ള ഒരു പരിഗണന സബ്ജക്ട് കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് വേണം എന്നുള്ളതാണ് സർക്കാരിന്റെയും ഒരു നിഗമനം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുകയും അടുത്ത സമ്മേളനത്തിന് മുൻപായിട്ട് ഈ ബില്ല് വീണ്ടും സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് പോകുന്നതെന്ന് അറിയാൻ സാധിക്കുന്നു. ഏതായാലും ഈ ബില്ല് അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധമായിരിക്കും സഭയിൽ പ്രതിപക്ഷം ഉയർത്തുക. അതായിരിക്കും 1 മണിക്ക് നമുക്ക് കാണാനായി സാധിക്കുന്നത്. വിജയൻ, ആർക്കെ, ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഹരിയാന, മഹാരാഷ്ട്ര, ജമ്മുകാശ്മീർ, ഈ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വിട്ടപ്പോൾ എന്താണ് മറ്റ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു, ജാർഖണ്ഡിലടക്കം. അതൊക്കെ ലക്ഷ്യം വെച്ചുള്ള ഒരു നീക്കം, വർഗീയ ധ്രുവീകരണത്തിനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് എന്ന വിമർശനം കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. ഈ പ്രതിപക്ഷ ഇന്ത്യ സഖ്യം ആകെ ഉയർത്തുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും കണക്കിലെടുക്കാതെ ഈ നടപടിയുമായി മുന്നോട്ട് പോവുകയാണല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു മാറിയ സാഹചര്യത്തിൽ ഇപ്പോൾ JDU അല്ലെങ്കിൽ തെലുങ്കുദേശം ഇത്തരം പാർട്ടികൾ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടോ? അവരുടെ മൗനാനുവാദമുണ്ടോ ഈ ബില്ല് അവതരണത്തിന്? ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ചുകൊണ്ട് NDAയിൽ ഈ വിഷയത്തിൽ ഒരു സമവായം രൂപപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരസ്യ പ്രതികരണത്തിലേക്ക് ആ പാർട്ടികൾ വരുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. നിലവിലുള്ള സാഹചര്യത്തിൽ ഇത് ഒരു വിജയൻ സൂചിപ്പിച്ചതുപോലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുന്ന ഒരു രാഷ്ട്രീയ നീക്കമായിട്ട് കൂടി വിലയിരുത്താവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് മഹാരാഷ്ട്ര പോലെയുള്ള ഒരു സ്ഥലത്ത് ഈ വഖഫുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ഈ ബില്ലിൽ മാറ്റം വരുന്നത്, അഥവാ UPA കാലത്ത് അവതരിപ്പിച്ച് പാസാക്കിയ ഈ ബില്ലിൽ 40ഓളം ഭേദഗതികൾ ഉണ്ടാകുന്നത് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും. രാഷ്ട്രീയമായിട്ട് ഒരുപക്ഷെ അത് BJPക്ക് അനുകൂലമായിട്ട് ഉള്ള ഒരു ധ്രുവീകരണ സാധ്യത നിലനിർത്തുന്നു എന്നുള്ളത് വസ്തുതാപരമായി ശരിയാണ്. ഏതായാലും പ്രതിപക്ഷ പാർട്ടികൾ എതിർക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ സമവായം ഉണ്ടാക്കുന്ന വിധത്തിലേക്കുള്ള നടപടികളിൽ തങ്ങൾ ഭാഗമായി എന്ന് സൂചിപ്പിക്കാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുകയും അടുത്ത സമ്മേളനത്തിൽ ഈ ബില്ല് പാസ്സാക്കുമെന്ന പ്രതീതി സൃഷ്ടിച്ച് ആ രാഷ്ട്രീയ യുക്തിയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ശ്രമമായിരിക്കും സർക്കാർ നടത്തുക. നിലവിലുള്ള സാഹചര്യത്തിൽ അതാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. വിജയൻ, യെസ്, വഖഫ് ബോർഡിന്റെ അധികാരങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവരുന്നതാണ് ഈ പുതിയ വഖഫ് ബില്ല്. അല്പസമയത്തിനകം അത് ലോക്സഭയിൽ അവതരിപ്പിക്കും. ബില്ലിനെ എതിർക്കുമെന്ന് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. ബില്ല് അവതരണത്തിനെതിരെ അനുമതി നൽകരുത് എന്നാവശ്യപ്പെട്ട് കോൺഗ്രസും മുസ്ലിം ലീഗും സ്പീക്കർക്ക് കത്ത് നൽകിയിരുന്നു. പക്ഷേ 1 മണിക്ക് നിയമമന്ത്രി ബില്ല് അവതരിപ്പിക്കും എന്നാണ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ആർ രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകി.